ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയ കാര്യമായി അവർ കാണുന്നില്ല എന്നതാണ്. കാരണം ഇതിനു മുമ്പും പല സംസ്ഥാനങ്ങളിലുമൊക്കെ വലിയ ഏറ്റുമുട്ടലുകൾ കണ്ടിട്ടുണ്ട്. അതിപ്പോൾ നേരത്തെ പല സംസ്ഥാനങ്ങളിലെ ഇപ്പോൾ സച്ചിൻ പൈലറ്റോ അങ്ങനെയൊക്കെയുള്ള പല പേരുകൾ പലപ്പോഴായി ഉയർന്നു വന്നിട്ടുള്ളതാണ്. DK ശിവകുമാറിൻ്റെ പേരുകൾ ഉയർന്നു വന്നിട്ടുള്ളതാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മുഖ്യമന്ത്രി തീരുമാനത്തിലേക്ക് പോകുമ്പോൾ മറ്റു പല പേരുകളും ആണ് നമ്മൾ കേട്ടിട്ടുള്ളത് താനും. എന്തു തന്നെയാണെങ്കിലും ഈ നേതാക്കളുടെ തിരിച്ചുവരവിന് ശേഷം അണികളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ അത്ര വലിയ പ്രകടനങ്ങളോ പ്രതിഷേധങ്ങളോ ഒന്നും ഉയരുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേതാക്കളും പ്രവർത്തകരും അനുഭാവികളും ഒക്കെ അടങ്ങിയിരിക്കൂ, ഞങ്ങൾ തീരുമാനിച്ചു കൊള്ളാം എന്നതാണ് ഹൈക്കമാൻഡിൻ്റെ നിലപാട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ നിലയിലാണിപ്പോൾ പ്രവർത്തകരും നേതാക്കളും എന്നാണോ നമുക്കും മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, എന്തായാലും രാവിലെ നമ്മൾ പ്രതിപക്ഷ VD സതീശന്റെ വീട്ടിലേക്ക് പോയിരുന്നു. അദ്ദേഹം അപ്പോൾ മാധ്യമങ്ങളോടായി പറഞ്ഞത് താൻ ഇപ്പോഴെന്തായാലും ഒന്നും പ്രതികരിക്കുന്നില്ല, തീരുമാനങ്ങൾ വരട്ടെ, തീരുമാനം വന്നതിന് ശേഷം തനിക്ക് പറയാനുള്ളതെല്ലാം പറയാം എന്നാണ് VD സതീശൻ പറഞ്ഞത്. അതിനുശേഷം മാധ്യമങ്ങളോട് മടങ്ങിപ്പോകാൻ അദ്ദേഹം അഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം, അതായത് വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം പിന്നീട് അദ്ദേഹം അങ്ങനെ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള സുപ്രധാന കാര്യങ്ങളിലൊന്നും അദ്ദേഹം നിലപാട് പറഞ്ഞിരുന്നില്ല. വിജയത്തിന് ശേഷം നടത്തിയ പ്രതികരണം, പിന്നീട് ഒരു മുഖ്യമന്ത്രി ചർച്ചയിലേക്ക് വരുമ്പോൾ വീണ്ടും അദ്ദേഹം മൗനം തുടരുകയായിരുന്നു. തനിക്ക് പറയാനുള്ളതെല്ലാം ഹൈക്കമാൻഡിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നത്. മറ്റു തരത്തിലുള്ള ഒരു വിവാദങ്ങൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾക്കോ ഹൈക്കമാൻഡിനെ പ്രതിസന്ധിയിലാക്കാനോ ഒന്നും തന്നെ താൻ മുന്നോട്ട് പോകുന്നില്ല. ആരോടൊക്കെയാണോ കാര്യങ്ങൾ പറയേണ്ടത് അത് കൃത്യമായി ബോധിപ്പിച്ചു കഴിഞ്ഞു. ഇനി ഹൈക്കമാൻഡ് തീരുമാനമെടുക്കട്ടെ എന്നൊരു കടുത്ത നിലപാടിൽ തന്നെയാണ് VD സതീശൻ നിൽക്കുന്നതും. സാധാരണ അദ്ദേഹത്തിൻ്റെ വീട്ടിലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ MLA ഓഫീസിലുമൊക്കെ ഈ അപേക്ഷയുമായി വരുന്ന സഹായങ്ങൾ അഭ്യർത്ഥിച്ചു വരുന്നതിനപ്പുറത്തേക്ക് വലിയൊരു ആൾക്കൂട്ടം നമ്മൾ ഇതുവരേക്കും കണ്ടിട്ടില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പതിവിനും വിപരീതമായി അദ്ദേഹത്തിനെ കാണുന്നതിന് വേണ്ടി മുതിർന്ന നേതാക്കളടക്കം വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ന് TJ വിനോദ് വന്നു, ദീപക് ജോയി വന്നിരുന്നു, ഇന്നിപ്പോൾ രാജു P നായർ വന്നു. അങ്ങനെ കോൺഗ്രസിൻ്റെ പല നേതാക്കളും പല പ്രവർത്തകരുമൊക്കെ അദ്ദേഹത്തെ കാണുന്നുണ്ട്. ബൊക്കെയായി വരുന്നവരുണ്ട്, അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ പറഞ്ഞ് മടങ്ങുന്നവരുണ്ട്. VD സതീശൻ തന്നെ CM ആകും എന്ന് അദ്ദേഹത്തെ ആശംസിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് അത്തരത്തിൽ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്ന പ്രവർത്തകരെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും VD സതീശൻ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഹൈക്കമാൻഡ് ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് ഇപ്പോഴും അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്നവരോട് സംസാരിക്കുമ്പോഴും അങ്ങനെയുള്ളൊരു പ്രതികരണമാണ് മാധ്യമപ്രവർത്തകരോട് പറയുന്നത്. ഹൈക്കമാൻഡിൽ നിന്നും VD സതീശന് അനുകൂലമാകുന്ന ഒരു നിലപാടായിരിക്കും ഉണ്ടാകുക എന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് പ്രവർത്തകരും എത്തി നിൽക്കുന്നത്. ഈ ഫ്ലെക്സിന്റെ ഒരു തർക്കവും യുദ്ധവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അത്തരത്തിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് നേതാക്കളല്ല, ഈ അണികൾ ആരും തന്നെ ഇതുവരേക്കും തയ്യാറായിട്ടില്ല. അങ്ങനെ പരസ്യ പ്രതികരണം തൽക്കാലം വേണ്ട എന്നൊരു നിലപാടിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. ഇനിയും മറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനമാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും വരുന്നതെങ്കിൽ കടുത്ത പ്രതിഷേധം ഉണ്ടാകും എന്നുകൂടി അവർ സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഒപ്പം തന്നെ ഈ VD സതീശൻ കഴിഞ്ഞ ദിവസം ഈ ഡൽഹിയിൽ നിന്നും വരുന്ന സമയത്തായിക്കോട്ടെ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് വരുന്ന സമയത്തായിക്കോട്ടെ അദ്ദേഹത്തിന് ഇവിടെ എത്തുമ്പോൾ ലഭിക്കുന്ന സ്വീകാര്യത വലിയ ഒരു ആരവവും ആർപ്പുവിളികളും കൂടി തന്നെയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് DCC പ്രസിഡന്റും VD സതീശൻ്റെ ഉറ്റ അനുയായി കൂടിയായിട്ടുള്ള മുഹമ്മദ് ഷിയാസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അദ്ദേഹത്തിന് വലിയ ആഘോഷത്തോടു കൂടിയുള്ളൊരു വരവേൽപ്പാണ് ഒരുക്കുന്നത്. VD CM എന്ന മുദ്രാവാക്യവും വിളികളുമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുമുള്ളത്. അദ്ദേഹത്തെ തോളിലേറ്റി വാഹനത്തിലേക്ക് കൊണ്ടിരുത്തുന്ന ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കണ്ടതാണ്. അങ്ങനെ വലിയ സ്വീകാര്യത അദ്ദേഹത്തിന് ലഭിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരെല്ലാം വലിയ ആത്മവിശ്വാസത്തിലാണ് VD തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് അവർ ഉറച്ചു പറയുന്നു. പക്ഷെ ഇപ്പോഴും ഹൈക്കമാൻഡ് നേരത്തെ കിരൺ പറഞ്ഞതുപോലെ അതിലെ മാധ്യമപ്രവർത്തകരോ അല്ലെങ്കിൽ മറ്റുള്ളവർ നടത്തുന്ന ഒരു വ്യഗ്രത, ഇതറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യഗ്രത പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ തൽക്കാലമില്ല. ഒരു തണുപ്പൻ മട്ടാണ് നേതാക്കളിൽ നിന്നും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് കാണുന്നതും. അദ്ദേഹത്തിൻ്റെ VD സതീശനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില സ്വകാര്യ പരിപാടികൾ, ചില അദ്ദേഹത്തിനെ കാണാൻ വരുന്ന ആളുകൾ, അങ്ങനെയുള്ളൊരു സന്ദർശനം എന്ന് ഒഴിച്ചു വെച്ചാൽ മറ്റ് പൊതുപരിപാടികളിലൊന്നും അദ്ദേഹം സജീവമായിട്ടില്ല.
മാധ്യമപ്രവർത്തകരോട് മറ്റു തരത്തിലുള്ള സംഭാഷണങ്ങൾ ഈ തെരഞ്ഞെടുപ്പും അല്ലെങ്കിൽ ഈ ഒരു മുഖ്യമന്ത്രി ചർച്ചയോ അല്ലാതെ ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള സംഭാഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഒരു പ്രതികരണം, ഒരു തുറന്ന പ്രതികരണം നടത്താൻ ഇപ്പോഴും തയ്യാറായിട്ടുമില്ല. എന്തായാലും കാത്തിരിക്കുകയാണ്. എന്താകും, ആരാകും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഹൈക്കമാൻഡ് ആരെ തീരുമാനിക്കും, ഇനി ഓരോ 3 പേർക്കും അവരവരുടേതായിട്ടുള്ള വിശദീകരണം, നിലപാടുകൾ ഇതിനോടകം തന്നെ ഹൈക്കമാൻഡിന് നൽകിക്കഴിഞ്ഞു. ആരെങ്കിലും ഒരാളായിരിക്കുമല്ലോ സ്വാഭാവികമായും മുഖ്യമന്ത്രി. അങ്ങനെയാണെങ്കിൽ മറ്റ് രണ്ട് ആളുകളുടെയും പ്രവർത്തകർ അല്ലെങ്കിൽ അവരുടെ അനുയായികൾ ഏത് തരത്തിലായിരിക്കും ഇതിനെയൊക്കെ റിയാക്ട് ചെയ്യുക, ഏത് തരത്തിലുള്ള പ്രതികരണം, പ്രതിഷേധമൊക്കെ ആയിട്ടായിരിക്കും ഇനി തെരുവിലേക്ക് ഇറങ്ങുക എന്നതും കൂടിയാണ് ഉറ്റുനോക്കുന്നത്. എന്തായാലും വി ഡി സതീശൻ ഇപ്പോഴും ആത്മവിശ്വാസത്തിലാണ്. അദ്ദേഹത്തിൻ്റെ അണികളും അത്തരത്തിലുള്ള പ്രതികരണം തന്നെയാണ് ഇതിനോടകം തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.